നമസ്കാരം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പെല്ലാം അവസാനിച്ച് ഇപ്പോൾ ശാന്തമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്, ഒരു അന്തരീക്ഷം. പക്ഷെ ഇനി അങ്ങോട്ട് തീർച്ചയായിട്ടും കണക്ക് കൂട്ടലുകളാണ്. അതായത് ഏതൊക്കെ പാർട്ടിക്ക് എത്രയൊക്കെ സീറ്റുകളാണ് ലഭിക്കാൻ പോകുന്നത്, അതിപ്പോൾ BJPക്ക് എത്ര, UDF-ന് എത്ര, LDF-ന് എത്ര എന്നുള്ള ആ ഒരു കണക്ക് കൂട്ടലുകൾ. അതിൽ പല പാർട്ടികൾക്കും അമ്പരപ്പുണ്ട്, ഞെട്ടലുണ്ട്, അതോടൊപ്പം തന്നെ പല രീതിയിലുമുള്ള കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രതീക്ഷിച്ച മണ്ഡലങ്ങളൊക്കെ തന്നെ നഷ്ടമാകും, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത മണ്ഡലങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള പല രീതിയിലുമുള്ള രാഷ്ട്രീയ ചർച്ചകൾ അരങ്ങേറുന്നുണ്ട്. ഇനിയിപ്പോൾ റിസൾട്ട് വരുന്ന അന്ന് വരെയും ഈ ഒരു കൂടിയാലോചനകൾ കൂട്ടിയും കുറച്ചുമൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞുമൊക്കെ ഇരിക്കുമെന്ന കാര്യം സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. അതിൽ ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മറ്റു തെരഞ്ഞെടുപ്പുകൾ പോലെയല്ല. പലതരത്തിലുമുള്ള അട്ടിമറികൾ സംഭവിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിലും സംശയമില്ല. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സർവേ റിസൾട്ടുകൾ തന്നെയാണ് പലതരത്തിൽ ഒരു കുഴപ്പമുണ്ടാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അത് ദേശീയ തലത്തിൽ നിന്ന് തന്നെയായാലും അത് അല്ലാതെ തന്നെയും ഈ പറയുന്ന രീതിയിൽ രാഷ്ട്രീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെ കണക്കുകളൊക്കെ തന്നെ നോക്കുമ്പോഴത്തേക്കും പല രീതിയിലുമുള്ള മാറ്റങ്ങൾ കാണപ്പെടുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സർവേ റിസൾട്ടുകൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തന്നെ പുറത്തു വന്ന സർവേ റിസൾട്ടുകളൊക്കെ തന്നെ നോക്കുമ്പോഴത്തേക്കും കേരളത്തിൽ പല രീതിയിലുമുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അട്ടിമറികൾ സംഭവിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ സർവേ റിസൾട്ടുകൾ കണക്കുകളൊക്കെ വെച്ച് വിലയിരുത്തി നോക്കുമ്പോഴത്തേക്കും കേരളത്തിൽ ഒരു വലിയ തരംഗമുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ആ ഒരു തരംഗം എങ്ങും തന്നെ ഇല്ല എന്ന് തന്നെയാണ് പല സർവേ റിസൾട്ടുകളുടെ ആ ഒരു റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കോൺഗ്രസിന് ഒരു മുൻതൂക്കം പല സർവേകളും കൊടുക്കുന്നുണ്ട്, എങ്കിൽ പോലും അത് പ്രതീക്ഷിക്കുന്ന അളവിന് അപ്പുറമുള്ള തരത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 100 സീറ്റ് അല്ലെങ്കിൽ 100-ൽ കൂടുതൽ സീറ്റ് എന്നുള്ള നിലയിലാണ്. പക്ഷേ ഒരു സർവേയും ഇതുവരെയും കോൺഗ്രസിന് 100 സീറ്റോ അല്ലെങ്കിൽ 100-ന് അടുത്തുള്ള സീറ്റോ 100-ന് അപ്പുറമുള്ള സീറ്റോ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം എന്ന് പറയുന്നത് LDF ഭരണത്തിൽ തിരിച്ചു വരുമോ? ചില സർവേകളൊക്കെ തന്നെയും വളരെ ടൈറ്റ് ഫൈറ്റ് പറയുന്നുണ്ട്. ചില സർവേകൾ നേരിയ തോതിലുള്ള മുൻതൂക്കം LDF-ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല സർവേകളും പറയുന്ന ഒരു കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തവണ അധികാരത്തിൽ വരത്തില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി BJP സംബന്ധിച്ചിടത്തോളം BJPക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വന്ന സർവേകളെല്ലാം തന്നെ ഒന്നടങ്കം പറയുന്നത് അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ്. അതായത് BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കും. പക്ഷെ എത്ര സീറ്റുകളാണ് എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പല സർവേകളും പലതും പറയും. ചിലതൊക്കെ തന്നെ 2 സീറ്റുകൾ പറയുന്നു, 3 സീറ്റുകൾ പറയുന്നു, 5 സീറ്റുകൾ പറയുന്നു, മാക്സിമം 8 സീറ്റുകൾ വരെ പറഞ്ഞ സർവേ റിസൾട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് കൂട്ടിയും കഴിച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം എന്ന് പറയുന്നത് തൂക്കുസഭ, അതായത് കേരളത്തിൽ ഒരു തൂക്കുസഭാ ഭരണം വരെ പ്രവചിക്കുന്ന തരത്തിലൂടെ സർവേ റിസൾട്ടുകൾ എത്തി എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ചില സർവേകളൊക്കെ നോക്കുമ്പോഴത്തേക്കും അതായത് ഈ LDF UDF തമ്മിൽ അത്രയും ടൈറ്റായിട്ട് കാര്യങ്ങൾ മാറുകയും സീറ്റുകളുടെ കാര്യത്തിൽ മാറുകയും അവിടെ BJP കുറച്ച് സീറ്റുകൾ പിടിക്കുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിയാൽ ഈ തൂക്കുസഭയിൽ തന്നെ വളരെ വലിയ തോതിൽ ഇൻട്രസ്റ്റിംഗ് ആയി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തും. അതും തള്ളിക്കളയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ടാണ് ഇപ്പോഴത്തെ നില എന്ന് പറയുന്നത്. സർവേ റിസൾട്ടുകൾ പോലും അത് തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു കൺഫ്യൂഷനാണ് തീർച്ചയായിട്ടും എല്ലാ പാർട്ടികളെ സംബന്ധിച്ചും. ഈ വിജയസാധ്യത അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഞങ്ങൾ വിജയിക്കും എന്നൊക്കെ ഉറപ്പിച്ച് പറയുന്ന കോൺഗ്രസിന് പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും മാറിയും തിരിഞ്ഞും കാര്യങ്ങൾ എത്തുന്നത്. അതായത് സർവേ റിസൾട്ടുകൾ നോക്കുമ്പോൾ പോലും സീറ്റുകളുടെ കാര്യത്തിൽ അവർ പ്രതീക്ഷിക്കുന്ന അളവിലൂടെ, അതായത് തുടക്കത്തിൽ ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസ് വിജയപ്രതീക്ഷ വച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്, അത്രത്തോളം വലിയ തോതിൽ. പക്ഷേ പിന്നെ ആയപ്പോഴത്തേക്കും വിജയപ്രതീക്ഷ പലയിടങ്ങളിലും കുറഞ്ഞു വരുന്ന തോതിൽ കാര്യങ്ങൾ കാണപ്പെട്ടിട്ടുണ്ട്. അതായത് 100 പിന്നെ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പിന്നെ അവസാനം അവരങ്ങ് പറയുകയാണ് ഇത്ര സീറ്റുകൾ നേടും എന്നുള്ള തരത്തിൽ. പക്ഷേ അതിൽ പോലും കോൺഗ്രസിന് ഇപ്പോഴും ചോദ്യങ്ങൾ പലതും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് കോൺഗ്രസിന് അത്രയും സീറ്റുകൾ നിലവിലത്തെ സാഹചര്യത്തിൽ നേടാനായിട്ട് ആകുമോ എന്നുള്ള ഏറ്റവും വലിയൊരു ചോദ്യം. അവിടെയാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ LDF BJP എത്ര നേടുമെന്നുള്ള ചോദ്യവും നിലനിൽക്കുന്നത്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കേരളത്തിൽ ഒരു തൂക്കുസഭയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് നേട്ടമായി മാറുന്നത് തീർച്ചയായിട്ടും BJPക്ക് ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അവർക്ക് അധിക സീറ്റുകളൊന്നും തന്നെ നേടേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ പറയുന്ന രീതിയിൽ ഒരു 5-10-നുള്ളിലോ സീറ്റുകൾ നേടിയാൽ തന്നെയും അത് അവർക്ക് വലിയ വിജയമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതല്ല ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിന് ഇത്തവണ വിജയിക്കണമെങ്കിൽ, അതായത് ഈ പറയുന്ന രീതിയിൽ 100% കോൺഗ്രസ് എല്ലാ രീതിയിലും ഒരു തരംഗം എന്നുള്ള തരത്തിൽ വിജയിക്കണമെങ്കിൽ കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ ഒരു ടൈറ്റ് ഫൈറ്റിൽ വിജയിച്ചിട്ട് കാര്യമില്ല. അതായത് ഒരു നേരിയ തോതിലുള്ള ഒരു വിജയം. അതായത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊട്ട് പിറകിൽ ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസ് തൊട്ട് മുന്നിൽ, അതായത് ഈ സീറ്റുകളുടെ കാര്യത്തിൽ വളരെ വ്യത്യാസമില്ലാത്ത തരത്തിൽ. അതായത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോക്കിക്കഴിഞ്ഞാൽ പല സർവേകളും പറയുന്നത് 50 മുകളിൽ സീറ്റുകൾ പറയുന്നുണ്ട്. അതായത് 50-60 എന്നുള്ള ഒരു കണക്കിലേക്ക് പലതും എത്തുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു 70-80-നുള്ളിൽ സീറ്റുകൾ പല സർവേകളും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശരിക്കും പറഞ്ഞാൽ 60-ന് മുകളിൽ സീറ്റുകൾ നേടുകയും കോൺഗ്രസ് ഒരു 70-നുള്ളിൽ നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് വളരെ വലിയ തോതിൽ പണി കോൺഗ്രസിന് കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കോൺഗ്രസ് ഇത്തവണ വിജയിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്
നല്ല രീതിയിൽ സീറ്റ് നേടി വിജയിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഒരു 85-ന് മുകളിലെങ്കിലും കോൺഗ്രസ് സീറ്റുകൾ നേടി വിജയിച്ചാൽ മാത്രമേ കോൺഗ്രസിന് ഒരു സേഫ് സോണിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഈ കോൺഗ്രസ് ഒരു 70 സീറ്റ് അല്ലെങ്കിൽ 70-ന് മുകളിൽ സീറ്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു 60-65 സീറ്റിന് മുകളിൽ നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 60 സീറ്റ്, അതേസമയം BJP ഒരു 4-5 സീറ്റുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ വല്ലതും നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറുമെന്ന കാര്യം സംശയമില്ല. അതായത് അവർക്ക് ഒരു നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കത്തിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അത് മാത്രമല്ല, അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിയമസഭയിൽ ഇതുവരെയും നടന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള നേർക്കുനേർ പോരാട്ടം, അത് നമുക്കറിയാം നിയമസഭ. പക്ഷെ അവിടെ ഇനി വരാൻ പോകുന്നത് ഈ BJPയിൽ ഇവിടെ കുറച്ച് പേര് വിജയിച്ച് കയറി നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ അത് 3 തട്ടായിട്ട് തിരിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. പിന്നെ നമ്മൾ നിയമസഭയിൽ ഇതുവരെയും കാണാത്ത തരത്തിലോട്ടുള്ള കാര്യങ്ങൾ കാണേണ്ടി വരുമെന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യം തന്നെ. ഇതിൽ ശരിക്കും പറഞ്ഞപ്പോൾ BJPയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ BJPക്ക് വിജയസാധ്യതയുള്ള സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ സബ്റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്ക് അത് നിയമമണ്ഡലം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ലാതെ പറയാൻ സാധിക്കും. അവിടെയാണ് ഏറ്റവും കൂടുതൽ വിജയസാധ്യത നിൽക്കുന്നത്. ഇനി ഏറ്റവും കടുത്ത ത്രികോണ പോരാട്ടം നടക്കുന്നതും അവിടെയൊക്കെ തന്നെയും വിജയസാധ്യത നിലനിൽക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന രീതിയിൽ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം, പാലക്കാട്, തൃശ്ശൂര്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ BJPക്ക് വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ത്രികോണ പോരാട്ടം നടക്കുന്ന ഇപ്പോൾ ചാത്തന്നൂർ നോക്കിക്കഴിഞ്ഞാൽ, അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ എടുത്തു കഴിഞ്ഞാൽ, പിന്നെ ഈ പറയുന്ന രീതിയിൽ പൂഞ്ഞാറ്, പാല, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഒരു കടുത്ത പോരാട്ടം നടക്കും. അവിടെയൊക്കെ തന്നെ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. ഇതിൽ ഞാനിപ്പോൾ പറയുന്ന ഇതിലെന്ന് പറയുന്നത് അതായത് BJPയിൽ നിന്നും ഈ പറയുന്ന തോതിൽ രാജീവ് ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ B മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, K സുരേന്ദ്രൻ, ഈ 4 പേര് വിജയിച്ച് നിയമസഭയിലോട്ട് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ LDFിനും വലിയ തരത്തിൽ ഒരു തിരിച്ചടിയാവുന്ന തരത്തിൽ അല്ലെങ്കിൽ പാരയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യം തന്നെ. അതായത് ഈ 4 പേരെങ്കിലും BJPയിൽ നിന്നും ജയിച്ച് നിയമസഭയിലേക്ക് MLA ആയി നിയമസഭയിലേക്ക് പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ LDFിനും ഒരു വലിയ തോതിൽ പണിയാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എത്തിയെന്ന് വരും. പിന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ വിജയസാധ്യത കണക്ക് നോക്കുമ്പോഴത്തേക്ക് LDFിനെ സംബന്ധിച്ച് LDFിന് തീർച്ചയായിട്ടും ഇത്തവണ ഒരു ജീവൻ മരണ പോരാട്ടമാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും. കാരണം എന്ന് പറയുന്നത് LDFിനെ സംബന്ധിച്ച് ഇത്തവണ ജയിച്ചേ മതിയാവുള്ളൂ. കാരണം ഇന്ത്യ ഒട്ടാകെ നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ ഭരണം എവിടെയും ഇല്ല LDFിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മാത്രമാണ് ഉള്ളതെന്ന് പറയുന്നത്. ആ കേരളം കൂടി നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ടായിരിക്കും എത്തുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇല്ലാതാക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത്തവണ LDF എടുത്തിരിക്കുന്ന തീരുമാനം എന്താണ്, അല്ലെങ്കിൽ LDFിന്റെ ഒരു നീക്കം എന്തായിരുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ റിസൾട്ട് വരുമ്പോഴത്തേക്കുമാണ് അത് കൃത്യമായിട്ടുള്ള ഒരു ചിത്രം തെളിയുന്നതെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതി ഡീലിങ്സ് പലയിടത്തും പല ഡീലിങ്സും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന രീതിയിൽ LDF ഡീലിങ്സ്, BJP UDF ഡീലിങ്സ്, BJP LDF ഡീലിങ്സ്, അങ്ങനെ പല രീതിയിലുള്ള ഡീലിങ്സ് ഇത്തവണ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ BJP വിജയിക്കുന്ന പല സ്ഥലങ്ങൾ, അപ്പോൾ കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ട ഒരു കാര്യം തന്നെയാണ്. അത് BJP വിജയിക്കുമെന്ന് ഉറപ്പുള്ള പല സ്ഥലങ്ങളിലും UDFും LDFും കൈകോർത്തുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ വോട്ടുകൾ മറിക്കുന്ന ഒരു തരം നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ BJP പരാജയപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടും ഉണ്ടായി. അതിപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ മഞ്ചേശ്വരം നോക്കിക്കഴിഞ്ഞാലും അതോടൊപ്പം തന്നെ പല BJP വിജയിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും ആ ഒരു തരത്തിലുള്ള സംഭവവികാസങ്ങളൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ അങ്ങനെ ഒരു കാര്യം സംഭവിക്കും. അതായത് UDF LDF BJPയെ തോൽപ്പിക്കാനായിട്ട് അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ടാകും. അതായത് പലയിടത്തും. കാരണം ഇത്തവണ എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതായത് ഈ പറഞ്ഞ രീതിയിൽ തിരുവനന്തപുരം മാത്രമല്ല അവരിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവർക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ നിലവിൽ കേരളത്തിൽ കൂടുതലുണ്ട് എന്നുള്ളതും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ. അപ്പോൾ അവിടങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ LDF UDFിന് വോട്ട് മറിക്കുമോ, UDF LDFിന് വോട്ട് മറിക്കുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നിലവിലുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് LDFിനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നിയമസഭയിൽ അവർ സപ്പോസ് അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയാലും അവർക്ക് സീറ്റുകളുടെ കാര്യത്തിൽ ഗണ്യമായിട്ടുള്ള ഒരു കുറവ് വരാൻ പാടില്ല. അങ്ങനെ കുറവ് വന്നു കഴിഞ്ഞാൽ അവർ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും. പകരം ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറുന്ന രീതിയിലോട്ടും സീറ്റുകളുടെ കാര്യത്തിൽ വലിയൊരു ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിയാൽ സപ്പോസ് അവർക്ക് ഒരു അട്ടിമറിയിലൂടെ വീണ്ടും അവർക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത് അവർക്ക് സീറ്റുകൾ അനിവാര്യമാണ്. അതായത്
MLA സീറ്റുകൾ അവർക്ക് മുഖ്യമാണ്. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് കോൺഗ്രസിന് സീറ്റുകൾ കിട്ടരുത്. അതായത് ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ BJP കോൺഗ്രസ് തമ്മിൽ നേർക്കുനേർ ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ LDF നിലവിലത്തെ സാഹചര്യം അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവർ UDFന് കൈ കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളത് വാസ്തവമായിട്ടൊരു കാര്യം തന്നെയാണ്. കാരണം അവർക്ക് ഇപ്പോൾ BJP തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് UDFന് വോട്ട് മറിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു UDF MLA ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ UDF MLA ഉണ്ടായി കഴിഞ്ഞാൽ അത് നഷ്ടം സംഭവിക്കുക അത് തീർച്ചയായിട്ടും LDFന് തന്നെയായിരിക്കും. കാരണം അവർക്ക് ഒരു MLA കൂടി കിട്ടി, അത് തീർച്ചയായിട്ടും LDFന് പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അവിടെ ശരിക്കും പറഞ്ഞാൽ LDF പരാജയപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. അതേസമയം അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണമെന്ന് പറയുന്നത് കുറച്ച് BJP MLA അവിടെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ വിജയിച്ച് കയറിയാലും അവർക്ക് അതൊരു പ്രശ്നമല്ല. പകരം അത് UDF MLA കഴിഞ്ഞാൽ അത് അവർക്കൊരു പ്രശ്നമാകും. കാരണം MLA എണ്ണം UDFന് കൂടി വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും. അതേസമയം അവിടെ BJPക്കാണ് ഈ പറയുന്ന രീതിയിൽ വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് LDFന് ദോഷകരമായി ബാധിക്കത്തില്ല, മറിച്ച് അത് UDFനെ ദോഷകരമായി ബാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്തവണത്തെ ഒരു വോട്ട് മറിക്കും അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്. ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ UDFന് വിജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ BJPക്ക് LDF വോട്ട് മറിക്കുമോ, ഇനി ഈ പറയുന്ന രീതിയിൽ LDF UDF ടൈറ്റ് മത്സരം നടക്കുന്ന സ്ഥലങ്ങളിൽ BJP ഇനി LDFന് വോട്ട് മറിക്കുമോ, അതല്ല ഈ പറയുന്ന രീതിയിൽ UDF LDFന് വോട്ട് മറിക്കുമോ, LDF UDFന് വോട്ട് മറിക്കും. അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ നിലവിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇതിലേക്ക് തന്നെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് LDFന് ഇത്തവണ പിടിച്ചു നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന തോതിൽ UDF MLA എണ്ണം കൂടരുത്. അതിന് ഈ പറയുന്ന ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങളിൽ LDF ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കിയാൽ മാത്രമേ എന്തെങ്കിലും നടക്കത്തുള്ളൂ. അതായത് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ അവിടെ ഈ പറയുന്ന UDF MLA വിജയിപ്പിച്ച് വിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ടൈറ്റ് ഫൈറ്റ് BJP UDF ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും അവിടെ UDF ജയിച്ചു കഴിഞ്ഞാൽ LDF 8ന്റെ പണി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. പകരം അവിടെ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ 4-5 BJP MLA അവിടെ വന്നു എന്ന് കരുതിയിട്ടും LDFന് അത് പാരയായി മാറത്തില്ല, പകരം അത് UDFനെ പാരയായി മാറത്തുള്ളൂ എന്നുള്ളതും വാസ്തവമായിട്ടൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ LDF ഇത്തവണ എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത്, എന്ത് തരത്തിലാണ് അവരുടെ നീക്കങ്ങൾ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പറയുന്ന തോതിൽ UDF LDF തമ്മിൽ വലിയ അന്തരമില്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ, അതായത് സീറ്റ് നില റിസൾട്ട് വരുമ്പോൾ സീറ്റ് നില വലിയ അന്തരമില്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാലും BJP ഇവിടെ ഒരു കുറച്ച് സീറ്റുകൾ നേടിയെടുക്കാൻ പാകത്തിന് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാലും തീർച്ചയായിട്ടും നിയമസഭയിൽ കാണാൻ പോകുന്നത് വളരെ വലിയ തോതിലുള്ള നമ്മൾ ഇതുവരെയും കാണാത്ത തരത്തിലോട്ടുള്ള ഒരു പോരായിരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഇതുവരെ നമ്മൾ 2 ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. മൂന്നാമത്തെ ഒരു ഭാഗവും കൂടി കാണുന്ന തരത്തിലോട്ട് നിയമസഭയിൽ കാര്യങ്ങൾ മാറും. അതിന് ഈ പറയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ ഈ നാല് പേര് അതായത് ഒന്ന് രാജീവ് ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ, V മുരളീധരൻ, സുരേന്ദ്രൻ, ഞാൻ ഈ 4 പേരുടെ പേര് ഞാൻ ഇപ്പോൾ പറഞ്ഞോളൂ. വിജയസാധ്യതയുള്ള മറ്റുള്ളവരുമുണ്ട്. പക്ഷേ ഈ 4 പേര് ഇവരൊക്കെ തന്നെ BJPയുടെ മുതിർന്ന നേതാക്കളാണ്. അപ്പോൾ ഈ 4 പേര് വിജയിച്ച് നിയമസഭയിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ പലതും നമ്മൾ കാണേണ്ടി വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഒരു 3 തരത്തിലുള്ള പോരുകൾ നമ്മൾ നിയമസഭയിൽ കാണേണ്ടി വരും. പല കാര്യങ്ങളും പല ബില്ലുകൾ കൊണ്ടുവരുമ്പോഴത്തേക്കായാലും ഒക്കെ തന്നെയും വലിയ തരത്തിൽ നമ്മൾ ഇതുവരെയും കാണാത്ത രീതിയിലുള്ള പോരുകൾ നമ്മൾ നിയമസഭയിൽ കാണുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം. LDFനെ സംബന്ധിച്ചിടത്തോളം ഭരണം നിലനിർത്തുക, എങ്ങനെയും ഭരണം നിലനിർത്തുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ UDFന് അധികം സീറ്റ് കിട്ടാത്ത രീതിയിൽ കാര്യങ്ങൾ മാറ്റുക എന്നുള്ളതാണ് LDFന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്നാലേ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ. UDF എന്ന് പറയുന്നത് UDFന് അവർ 100 അവർ പറയുന്നത്. പക്ഷേ അവർക്ക് ഈ 2 തവണ പ്രതിപക്ഷത്ത് ഇരുന്നിട്ട് പോലും ഈ 3-ാം തവണയും ഒരു തരംഗം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് വലിയൊരു തരംഗമൊന്നും തന്നെ കേരളത്തിലുടനീളം കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇനി റിസൾട്ട് വരുമ്പോൾ അത് ഏത് തരത്തിൽ എത്തും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അത് അവർക്ക് ഞാൻ ഈ പറഞ്ഞ കണക്ക് ഒരു സേഫ് സോൺ, അതായത് സേഫ് സോൺ എന്ന് പറയുന്നത് ഒരു 85 സീറ്റെങ്കിലും അവർക്ക് നേടിയെടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ 85-ന് മുകളിലൊക്കെ പോകണം അവർക്ക്. ആ ഒരു സേഫ് സോൺ എന്ന് പറയും. ആ ഒരു തരത്തിലോട്ട് അവർ എത്തിക്കഴിഞ്ഞാൽ ഒരുവിധം അവർ സേഫ് ആണ് എന്ന് പറയാം. അതല്ല അതിന് താഴോട്ട് ഈ പറയുന്ന രീതിയിൽ ഒരു 75 ഡൗൺ ഒക്കെ ആകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി LDFും ഒരു തരത്തിൽ ഒരു 60-60-ന് മുകളിലൊക്കെ സീറ്റ് പിടിക്കുന്ന തരത്തിലോട്ടൊക്കെ കാര്യങ്ങൾ മാറി BJPയും കുറച്ച് സീറ്റുകൾ പിടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. UDF ഭരണത്തിൽ വന്നാലും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതും ഒരു കൺഫ്യൂഷൻ ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും UDF ഇപ്പോൾ ഒരു തലവേദന എടുത്തിരിക്കുന്ന സിറ്റുവേഷനിലാണ് എന്ന കാര്യം സംശയമില്ല. അതോടൊപ്പം തന്നെ അവർക്കിടയിൽ നടക്കുന്ന പോരുകൾ, മുഖ്യമന്ത്രി പോരുകൾ പോലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം UDF വന്നു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് ഏറ്റവും വലിയൊരു കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ BJPയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തൂക്ക് സഭയിലോട്ട് കാര്യങ്ങൾ മാറിയാൽ ഏറ്റവും വലിയ നേട്ടമായി മാറുന്നത് BJP പോലൊരു പാർട്ടിക്കാണ്. അതായത് സംശയം, കാരണം അവർക്ക് അധികം സീറ്റുകൾ നേടിയെടുക്കേണ്ടി വരത്തില്ല. ഒരു 4-5 സീറ്റുകൾ എടുത്താലും ഇനിയിപ്പോൾ പോട്ടെ ഒരു 10-നുള്ളിൽ സീറ്റുകൾ കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ പോലും അവർക്കത് വലിയ തോതിൽ നേട്ടമായി മാറുമെന്ന കാര്യം സംശയമില്ല. കാരണം BJP സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ അവർക്ക് 11ഓളം മണ്ഡലങ്ങളിൽ അവർ മുന്നിലാണ്. അതായത്
അതായത് ഒന്നാം സ്ഥാനത്താണ് നിലവിലുള്ളതെന്ന് പറയുന്നത്. കഴിഞ്ഞ പാർലമെന്റ് കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ 9ഓളം മണ്ഡലങ്ങളിൽ അവർ രണ്ടാം സ്ഥാനത്തുണ്ട്. ഏകദേശം 30ഓളം മണ്ഡലങ്ങളിൽ അവർക്ക് 30,000-ലധികം വോട്ടുകൾ ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു 50 മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും ഈ BJP പ്രാതിനിധ്യം വളരെ വലിയ തോതിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ വോട്ടുകളൊക്കെ തന്നെ ഏത് തരത്തിൽ മറിയും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം എന്ന് പറയുന്നത്. BJP വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അത് ഏത് തരത്തിൽ ഈ പറയുന്ന രീതിയിൽ LDF-ൽ നിന്നോ UDF-ൽ നിന്നോ മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ. ഇനിയിപ്പോൾ BJP അത്യാവശ്യ വോട്ടുകളുള്ള സ്ഥലങ്ങളിൽ LDF UDF ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങളിൽ BJP വോട്ടുകൾ ഏത് തരത്തിൽ മറിയും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു തെരഞ്ഞെടുപ്പ്, അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള സംഭവവികാസങ്ങൾ നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ ഒരു ത്രികോണ പോരാട്ടങ്ങൾ നിരവധി നടക്കുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ പുറത്തു വന്നിട്ടുള്ള ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെയും പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും അതിൽ UDF-ന് ഒരു നേരിയ തോതിൽ മുൻതൂക്കം തന്നെയാണ് എല്ലാ സർവേകളും കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഒരു തരംഗം ഒരു സർവേയും കൊടുത്തിട്ടില്ല. LDF-നെ സംബന്ധിച്ചിടത്തോളം അവർ തകർന്ന് തരിപ്പണമായി പോകുന്ന തരത്തിലോട്ട് ഒരു സർവേയും ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. അവർക്ക് പിടിച്ചു നിൽക്കാനാവുമെന്ന് പല സർവേയും പറയും. അതായത് 50 മുകളിൽ 60 മുകളിൽ വരെയും പല സർവേകളും പറഞ്ഞിട്ടുണ്ട്. BJP സംബന്ധിച്ചിടത്തോളം BJP എല്ലാ സർവേകളും ഒരുപോലെ പറയുന്നത് അവർക്ക് ഇത്തവണ സീറ്റ് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ്. അത് 1, 2, ഇനി 5 അതിൽ കൂടുതലോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം നിരവധി സ്ഥലങ്ങളിൽ പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുമെന്ന് സർവേ റിസൾട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, സർവേ റിസൾട്ടുകളുടെ അടിസ്ഥാനമാക്കി പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് UDF-ന് നേരിയ തോതിലുള്ള മുൻതൂക്കമുണ്ട് എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. പക്ഷേ അത് ഏത് തരത്തിൽ UDF-ന് അത് നേട്ടമാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞ മാതിരി ഒരു 85-ന് മുകളിൽ ഒരു സീറ്റിലേക്ക് UDF-ന് എത്താൻ സാധിക്കുമോ എങ്കിൽ UDF-ന് സേഫ് സോൺ ആയിട്ട് കാര്യങ്ങൾ മാറ്റാം. അതല്ല അതിന് താഴെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി LDF-നും BJP-യും കുറച്ച് സീറ്റുകൾ കിട്ടുന്ന തരത്തിലോട്ട്, അതായത് 60 മുകളിൽ LDF-നും BJP-ക്കും ഒരു 5 സീറ്റുകളോ ആ ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ എത്തിയാൽ അവിടെ പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും UDF. അതെങ്ങനെ UDF തരണം ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ തൂക്കുസഭയിലോട്ട് കാര്യങ്ങൾ മാറുന്ന രീതിയിലുള്ള സർവേ റിസൾട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ കൂട്ടിയും കുറിച്ച് നോക്കുമ്പോഴത്തേക്കും 3 പാർട്ടികളും വളരെയധികം അമ്പരപ്പിലിരിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കേരളത്തിലെ പോളിംഗ് നോക്കുമ്പോൾ തന്നെയും വലിയൊരു പോളിംഗ് മാറ്റമാണ് ഇത്തവണ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ കേരള ജനത ഏത് തരത്തിലാണ് ചിന്തിച്ച് വോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയുന്നത് ഈ പറഞ്ഞ ത്രികോണ പോരാട്ടങ്ങൾക്ക് അടുത്തതായി നടക്കുന്ന സ്ഥലങ്ങൾ, ഈ പറഞ്ഞ നേരിയ തോതിലുള്ള ഡിഫറൻസിൽ വിജയിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും പോളിംഗ് കൂടിയതൊക്കെ തന്നെയും വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വിജയപ്രതീക്ഷ കൂടുതൽ ഉണ്ടാക്കുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പല പാർട്ടികളും മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, എന്താണ് സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ, അതിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കുന്നത് ഏത് പാർട്ടിയായിരിക്കും, ഒരു തുടർഭരണം ഉണ്ടാകുമോ, അതല്ല ഒരു അട്ടിമറി ആയിട്ട് UDF-ന് ഭരണത്തിലെത്താൻ സാധിക്കുമോ. 3ാമത്തെ തവണ ഈ പറയുന്ന രീതിയിൽ പ്രതിപക്ഷത്തിന് 2 തവണയായിരുന്നു, ഇനിയിപ്പോൾ 3ാമത്തെ പ്രാവശ്യം ഈ പറയുന്ന രീതിയിൽ ശ്രമിക്കുമ്പോഴത്തേക്കും അത് ഭരണത്തിൽ എത്താൻ സാധിക്കുന്ന തരത്തിലുള്ള UDF-ന് കാര്യങ്ങൾ മാറ്റാൻ സാധിക്കുമോ. അതല്ല ഒരു 3ാം മുന്നണി എന്നുള്ള രീതിയിൽ BJP-യുടെ ശക്തി പ്രാപിച്ചുകൊണ്ട് വളരെ വലിയ തോതിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് BJP-ക്ക് സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാം.